ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയാണ്. നമുക്കറിയാം, നമ്മൾ മെമ്മറി ഹയറാർക്കി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ക്യാഷ് എന്നുള്ളത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് അല്ലേ. സെക്കൻഡറി മെമ്മറിയും പ്രൈമറി മെമ്മറിയും അതുപോലെ തന്നെ ഹയറാർക്കിയും പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ക്യാഷിനെ കുറിച്ചിട്ട്. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ സൈസ്ഡ് ടൈപ്പ് ഓഫ് വോളറ്റൈൽ കമ്പ്യൂട്ടർ മെമ്മറി that provides high-speed data access to a processor and stores frequently used computer programs, application and data. നമ്മുടെ CPU ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. CPU ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, ഡാറ്റകൾ എല്ലാം സ്റ്റോർ ചെയ്യുന്നൊരു പ്ലേസാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി വോളറ്റൈൽ മെമ്മറിയാണ്. വോൾട്ടേജ് ഉള്ള സമയത്ത് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വളരെ സ്മോൾ സൈസ്ഡ് ആണ്. മേ ബി 2-3 MB മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ. ഇതൊരു നമ്മൾ റാമിനെ കുറിച്ച് സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. റാം, DRAM ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് റാമിലുള്ളൊരു ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 6 കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ 1/10 ടൈംസ് സ്പീഡ് കൂടുതലാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറിനകത്ത് സ്പീഡ് കൂടിയൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, ഇറ്റ് സ്റ്റോർസ് റിട്ടേൺ ഡാറ്റ ഓൺലി അണ്ടിൽ എ കമ്പ്യൂട്ടർ ഇസ് പവർ അപ്പ്. ദെൻ the fundamental idea of cache organization is that by keeping the most frequently accessed instructions and data in the fast cache memory, the average memory access time will approach the access time of the cache. Although the cache is only a small fraction of the size of a memory, a large fraction of memory requests will be found in the fast cache memory because of the locality of reference property of the programs. ഇനി ഈ ക്യാഷ് നമ്മൾ പറഞ്ഞ 3 പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്മോൾ എമൗണ്ട് ഓഫ് ഫാസ്റ്റ് മെമ്മറിയാണ്. പ്ലേസ്ഡ് ബിറ്റ്വീൻ നോർമൽ മെയിൻ മെമ്മറി. നോർമൽ മെയിൻ മെമ്മറി ഉദ്ദേശിക്കുന്നത് റാമാണ്. ആൻഡ് ദി CPU-ൻ്റെയും റാമിൻ്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, മേ ബി ലൊക്കേറ്റഡ് ഓൺ ദി CPU ചിപ്പ് ഓർ മൊഡ്യൂൾ. ചില ക്യാഷ് CPU-ൻ്റെ ചിപ്പിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. നോക്കാം, ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. CPU ആക്സസ് ചെയ്യുന്നത് ക്യാഷുമായിട്ടാണ്, ക്യാഷ് മെമ്മറിയുമായിട്ടാണ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. The CPU initially look in the cache for the data. It needs the data. It is there. It will be retrieve it and process it if the data is not there. ആദ്യം CPU ഒരു ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസോ വേണമെങ്കിൽ ആദ്യം ക്യാഷിനകത്ത് ചെക്ക് ചെയ്യും. അതിനകത്തുണ്ടെങ്കിൽ ഡാറ്റ അവിടുന്ന് ആക്സസ് ചെയ്യും. ഇല്ലെങ്കിൽ റിക്വസ്റ്റ് റാമിനകത്തേക്ക് പോകും. റാമിനകത്ത് നിന്ന് എടുത്തിട്ട് ക്യാഷിൽ കൊണ്ടുവരും. CPU അത് ആക്സസ് ചെയ്യും. അപ്പോൾ CPU ഒരു പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ ഡാറ്റയെ ക്യാഷിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ക്യാഷിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് അതിന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ക്യാഷിനകത്ത് ഇല്ലെങ്കിൽ CPU അതെന്ത് ചെയ്യും, നേരെ പിന്നെ റാമിനകത്തേക്ക് ആക്സസ് ചെയ്യും. ഇൻ കേസ് റാമിലും ഇല്ലെങ്കിൽ അതിനെ സെക്കൻഡറി ഡിവൈസിലേക്ക് സെർച്ച് ചെയ്യാൻ വിടും. സെക്കൻഡറി ഡിവൈസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ CD-യോ ഏതോ സെക്കൻഡറി ഡിവൈസ് ഏതാണോ ഉള്ളത് അതിൽ നിന്നും ഡാറ്റ ആക്സസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ CD ഇട്ടിട്ട് നിങ്ങൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ CD ഇട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആ CD ഇജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 1-2 സെക്കൻഡുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50 സെക്കൻഡ്സ് ഒക്കെ ആ വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യും. വീണ്ടും കുറച്ച് നിങ്ങൾ എജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരു 1-2 അല്ലെങ്കിൽ മിനിറ്റ് കഴിഞ്ഞാൽ അത് മീൻസ് എന്ത് ചെയ്യും, വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് ശരിക്കും ചെയ്യുന്നത് ക്യാഷിലേക്ക് അല്ലെങ്കിൽ റാമിലേക്ക് ലോഡ് ചെയ്തിട്ട് ആ റാമിൽ നിന്ന് ക്യാഷിലേക്കും അവിടുന്ന് CPU ആക്സസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യും.
അടുത്ത ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി എന്ത് നോക്കും? ക്യാഷിലുണ്ടോ എന്ന് നോക്കും. ക്യാഷിലില്ലെങ്കിൽ റാമിലേക്ക് പോകും. അവിടെ ഇല്ലെങ്കിൽ നേരെ സെക്കൻഡറി ഡിവൈസിലേക്ക് പോകും. അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ തരും. ഇതാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് CPU ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത് ക്യാഷിൽ നിന്നാണ്. ക്യാഷിലില്ലാത്തൊരു കേസ് വേണമെങ്കിൽ റാമിൽ പോയിട്ട് ആക്സസ് ചെയ്യും. അവിടെ ഇല്ലെങ്കിൽ സെക്കൻഡറി ഡിവൈസിലേക്ക് CPU റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഒരു ഡയഗ്രാം. ഇത് നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രോസസ്സർ നമ്മുടെ CPU ആണ്. CPU-ൽ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ രജിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഉള്ളത് L1 ക്യാഷാണ്. ക്യാഷ് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ക്യാഷാണെന്നുള്ളത്. ഇതിന് മുന്നേ L1 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ L2. ഇന്നുള്ളത് പ്രധാനമായിട്ട് 3 ടൈപ്പ് ക്യാഷുകളാണ്. L1 ക്യാഷും L2 ക്യാഷും L3 ക്യാഷും പിന്നെ റാമിൽ നിന്ന് പിന്നെ സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ CPU ചിപ്പിനകത്ത് ഇന്ന് വരുന്നത് L1 ക്യാഷ് CPU ചിപ്പിനകത്താണ് വരുന്നത്. L2ഉം L3യും ചിപ്പിന് പുറത്താണ്. L3 വരുന്നത് മദർ ബോർഡിൽ കൂടെ തന്നെയാണ് L3 ക്യാഷ് വരുന്നത്. ഓക്കെ, ഈ L1, L2, L3 ഇതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ക്യാഷാണ് L1 ക്യാഷ്. പിന്നെ L2, L3 കമ്പയർ ടു ദി L2 സ്ലോവറാണ്. ഓക്കെ, ഇനി L1നെ കുറിച്ച് നമുക്ക് നോക്കാം. L1 ക്യാഷ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ക്യാഷ് ആൻഡ് ഇറ്റ് യൂഷ്വലി കംസ് വിത്തിൻ ദി പ്രൊസസ്സർ ചിപ്പ് ഇറ്റ് സെൽഫ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇതിനകത്ത് വരുന്നത് 8 KB to 64 KB ഒക്കെയാണ് L1ൻ്റെ ക്യാഷ് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് പ്രൊസസ്സറുകളായിട്ടുള്ള i3, i5 അതുപോലെ തന്നെ i7-ലൊക്കെ വരുന്നത് മാക്സിമം 4 MB അല്ലെങ്കിൽ 3 MB ഒക്കെ എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ L1 ക്യാഷ് CPU ചിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഇന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം, പ്രൊസസ്സർ കൊടുത്തിട്ട് ക്യാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ L1 ക്യാഷ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു SRAM-ഉം DRAM-ഉം പറഞ്ഞില്ലേ. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി SRAM ആണ്. ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു 10 times ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ SRAM-ഉം DRAM-ഉം ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള ലെവൽ 2 L2 ക്യാഷ് ആണ്. L2 ക്യാഷ് ഈസ് ലാർജർ ബട്ട് സ്ലോവർ ഇൻ ദി സ്പീഡ് ഓഫ് L1 ക്യാഷ്. സ്റ്റോർ റീസെൻ്റ്ലി ആസറ്റ് ഇൻഫർമേഷൻസ് ആണ് L2-ലും സ്റ്റോർ ചെയ്യുന്നത്. ആൾസോ നോൺ ആസ് എ സെക്കൻഡറി ക്യാഷ്. ഇറ്റ്സ് ഡിസൈൻഡ് ടു റെഡ്യൂസ് ദ ടൈം നീഡഡ് ടു ആക്സസ് ഡാറ്റ ഇൻ കേസ് where the data has already been accessed previously. Okay, ഈ L2 ക്യാഷും ഈ ക്യാഷ് ഇല്ലേ L1, L2, L3 ക്യാഷുകളൊക്കെ അല്ലേ, ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൊസസ്സർ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ടിപ്പിക്കലി 64 KB to 4 MB ആണ് L2 ക്യാഷൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന CPU അല്ലെങ്കിൽ പ്രൊസസ്സറുമായി ബന്ധപ്പെട്ടിരിക്കും ക്യാഷിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ലെവൽ 3 ക്യാഷാണ് അല്ലെങ്കിൽ L3 ക്യാഷ്. L3 ക്യാഷ് മെമ്മറി ഈസ് എ എൻഹാൻസ്ഡ് ഫോം ഓഫ് മെമ്മറി പ്രസൻസ് ഓൺ ദി മദർ ബോർഡ് ഓഫ് ദി കമ്പ്യൂട്ടർ. ഈ L3 ക്യാഷ് ബിൽട്ടിനായിട്ട് മദർ ബോർഡിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരു CPU വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുമായി മാച്ച് ചെയ്യുന്ന ബോർഡുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ കയ്യിലൊരു CPU ഉണ്ട്, i3 CPU ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനത് ഏതൊരു ബോർഡിലും സ്യൂട്ടാക്കാന്നുള്ളത് പക്ഷേ പോസിബിൾ അല്ല. i3 മാച്ച് ചെയ്യുന്ന മദർ ബോർഡിൽ മാത്രമേ i3 CPU നമ്മൾ അറ്റാച്ച് ചെയ്യാറുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ തന്നെ അത് ഒരു CPU ആണെങ്കിലും ഒരു ബോർഡാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസുകൾ മാത്രമേ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ L3 ക്യാഷ് മദർ ബോർഡിൽ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ക്യാഷ് മെമ്മറി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നോക്കൂ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പ്രൊസസ്സറുകളായിട്ടുള്ള Core i3, Core i5, Core i7 അല്ലേ, നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന കമ്പ്യൂട്ടറിൽ എഴുതിയിട്ടുണ്ടാകും i3, i4, i5, i7 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും അല്ലേ. അതിനകത്തൊക്കെ വരുന്ന ക്യാഷാണത്. ഇവിടെ സാധാരണ ഇതിനകത്ത് വരുന്ന ക്യാഷ് ഉദ്ദേശിക്കുന്നത് L1 ക്യാഷ് ആയിരിക്കും.
അത് 3 to 4 MB വരെയാണ്. i5 ആണെങ്കിൽ 4 to 6 MB ആണ്. കോർ i7 ആണെങ്കിൽ 8 MB വരെയാണ് L3 ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയൊരു ഡിഫറൻസ് ബിറ്റ്വീൻ L1, L2 ആൻഡ് L3 ആണ്. ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. പറഞ്ഞ കേസുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടേബിളിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അങ്ങ് റീഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദി ക്യാഷ്. ഞാൻ പറഞ്ഞു CPU ഒരു ഡാറ്റയെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ ഫസ്റ്റ് ആക്സസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ക്യാഷിലുണ്ടോയെന്ന് നോക്കുന്നത്. ക്യാഷിൽ CPU നോക്കുന്ന സമയത്ത് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഹിറ്റായിട്ട് കൗണ്ട് ചെയ്യും. അതായത് CPU-ന് ആവശ്യമായ ഡാറ്റ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ക്യാഷിലായിരിക്കും. ആ ക്യാഷിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ CPU-ന് ഫാസ്റ്റായിട്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റും. അങ്ങനെ ക്യാഷിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ഹിറ്റായിട്ട് CPU മാർക്ക് ചെയ്യും. കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡാറ്റയെ റാമിലേ പോയി ചെക്ക് ചെയ്യും. അപ്പോൾ ക്യാഷിൽ നിന്ന് കിട്ടാത്തൊരു ഡാറ്റയെ നമ്മൾ മിസ്സായിട്ട് മാർക്ക് ചെയ്യും. അതാണ് ഹിറ്റ് മിസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. If the word addressed in the CPU is not found in the cache, the main memory access to the read in the work. A block of the words containing one just access is then transferred from the main memory to cache memory. അല്ലേ, ഞാൻ പറഞ്ഞ വേർഡിങ്സ് തന്നെയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇതാണ്. The performance of the cache memory is frequently measured in the terms of a quantity called hit ratio. ഹിറ്റ് റേഷ്യോ കൂടുകയാണെങ്കിൽ നമ്മുടെ CPU-ൻ്റെ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്പീഡ് കൂടും. കാരണം നോക്കുന്ന CPU ഒരു ഡാറ്റയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്യാഷിൽ നിന്ന് ആ ഡാറ്റയെ കിട്ടുകയാണെങ്കിൽ അതാണ് ഹിറ്റ്. ഓക്കെ, ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPU എത്ര തവണ ക്യാഷിലേക്ക് നോക്കി ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റ് പ്ലസ് മിസ് ആണ്. അതുപോലെ തന്നെ ഹിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റ് പ്ലസ് മിസ്സാണ് ഹിറ്റ് റേഷ്യോ. എത്ര തവണ ക്യാഷ് മെമ്മറിയിൽ ചെക്ക് ചെയ്തു, അതിൽ എത്ര തവണ ഹിറ്റ് കിട്ടി, അതായത് എത്ര തവണ ക്യാഷ് മെമ്മറിയിൽ നിന്നും CPU റിക്വസ്റ്റ് ചെയ്ത ഡാറ്റ കിട്ടി എന്നതാണ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് നിങ്ങൾ വേർഡിങ്സിൽ നിങ്ങൾക്ക് എഴുതാം. When the CPU refers to memory and finds the word in cache, it's set to produce and hit. അതാണ് ഹിറ്റ്. ഓക്കെ, if the word is not found in the cache, it is in main memory and it contained as a miss. The ratio of the number of the hits divided by the total number of CPU requests, that means hit plus miss, is the hit ratio. The average memory access time of a computer system can be improved considerably by use of a cache. Okay, if the hit ratio is high enough so that the most of the time the CPU accesses the cache instead of the main memory, the average access time is closer to the access time of the fast cache memory. Okay, the transformation of the data from the main memory to cache memory is referred to as a mapping process. 3 types of mapping process ഉണ്ട്. ഒന്ന് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് മാപ്പിംഗ് ആണ്, തേർഡ് വൺ അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ്. ഈ മാപ്പിങ്ങിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പോർഷൻസ് ഒന്ന് നോക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.